അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എൻ്റെ പ്രിയമുള്ളവരെ, കഴിഞ്ഞ ദിവസം പുറത്തു വന്നൊരു വാർത്തയുണ്ട്. ബഹുമാനപ്പെട്ട മഹദനി ഉസ്താദ്, നമുക്കൊക്കെ എല്ലാവർക്കും അറിയുന്ന ഒരു മഹാപണ്ഡിതനാണ്, പ്രഭാഷകനാണ്. കാര്യങ്ങൾ വ്യക്തമായി സമൂഹത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കാൻ എല്ലാം കൊണ്ടും കഴിവുള്ള ഒരു വ്യക്തിയാണ്, അല്ലേ? അദ്ദേഹത്തിൻ്റെ ജീവിതം നമുക്കറിയാമായിരുന്നു. വളരെയധികം സൂക്ഷ്മതയോടുകൂടെ കൈകാര്യം ചെയ്യുന്ന ഒരു ജീവിത ശൈലിയായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആഫിയത്തുള്ള ദീർഘായുസ് അല്ലാഹു നൽകട്ടെ. കഴിഞ്ഞ ദിവസം പുറത്തു വന്നു, അദ്ദേഹത്തിന് സുഖമില്ല. സ്ട്രോക്കിൻ്റെ ലക്ഷണങ്ങളൊക്കെയാണ് പുറത്തു വന്നിരിക്കുന്നത്. അതുകൊണ്ട് പേടിക്കാനൊന്നുമില്ല. അദ്ദേഹത്തെ ഹോസ്പിറ്റലിലാക്കിയിട്ടുണ്ട്, ക്ഷീണത്തിലാണ് എന്നൊക്കെ അറിയാൻ കഴിഞ്ഞു. അല്ലാഹു പരിപൂർണ്ണ ശിഫ നൽകി അനുഗ്രഹിക്കട്ടെ. ഞാനിത് പറയുന്നത്, അദ്ദേഹത്തിൻ്റെ ജീവിതം ഒരുപാട് പാഠങ്ങളാണ് ഒരു മനുഷ്യന് നൽകുന്നത്. അദ്ദേഹം സത്യത്തിന് വേണ്ടി സംസാരിച്ചു, വർഗീയതയ്ക്കെതിരെ സംസാരിച്ചു. അതുകൊണ്ട് അദ്ദേഹം ഇന്നും പല രൂപങ്ങളിലായിട്ട് പീഡിപ്പിക്കപ്പെടുന്ന ഒരവസ്ഥയാണുള്ളത്. അദ്ദേഹത്തിൻ്റെ ജീവിതം എത്ര മനോഹരമായിരുന്നു എന്ന് നമുക്ക് അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങളും അദ്ദേഹത്തിൻ്റെ ഓരോ നിമിഷങ്ങളിലൂടെ സഞ്ചരിച്ചാൽ നമുക്ക് ലഭിക്കും. അദ്ദേഹം പ്രഭാഷണം നടത്തിയ പഴയ പ്രഭാഷണങ്ങൾ ഇന്നും നമുക്ക് യൂട്യൂബിൽ, സോഷ്യൽ മീഡിയയിൽ ലഭിക്കും. ആ വാക്കുകളിലൂടെ തന്നെ നമുക്ക് അദ്ദേഹത്തിൻ്റെ ധീരമായിട്ടുള്ള ആർജവം, സാഹോദര്യമായിട്ടുള്ള ആർജവം നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. അത്രത്തോളം മനോഹരമായ വാക്കുകളും ശൈലികളുമായിരുന്നു അദ്ദേഹത്തിൻ്റേത്. അദ്ദേഹത്തിനെ ഹോസ്പിറ്റലിലാക്കി എന്ന് കേൾക്കുമ്പോൾ ആ ഒരു വാർത്തയ്ക്ക് താഴത്ത് വളരെ മോശമായിട്ട് കമൻറ്റുകൾ കാണാനിടയായി. അദ്ദേഹത്തെക്കുറിച്ചൊരു വാർത്ത കേൾക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ഹൃദയം പൊട്ടിപ്പോകും. കാരണം ക്ഷീണത്തിലാണ്. വർഷങ്ങളോളം കുറ്റാരോപിതനായിക്കൊണ്ട് അദ്ദേഹം ജയിലിൽ കിടക്കുകയും അവസാനം ഒരു തെളിവുമില്ലാതെ നമ്മുടെ കോടതി തന്നെ അദ്ദേഹത്തെ വെറുതെ വിടുകയും ചെയ്ത ഒരു സാഹചര്യമാണുള്ളത്. അദ്ദേഹത്തിൻ്റെ കേസുമായി ബന്ധപ്പെട്ട് ഒന്നും തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ലല്ലോ. പിന്നീട് ഭാര്യയുമായിട്ട് കേസും കാര്യങ്ങളും കൊണ്ടുവരുന്നു, അതും ഒന്നും ചെയ്യാൻ കഴിയാത്ത സാഹചര്യം. ഇങ്ങനെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതം. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ജീവിതം എങ്ങനെ മുന്നോട്ട് പോകുമ്പോഴും അദ്ദേഹം അതിൽ ക്ഷമിച്ചു നിലകൊണ്ടു എന്ന് തന്നെയാണ് യാഥാർത്ഥ്യം. പിന്നെ ഒരു ബോംബേർ ആക്രമണത്തിൽ അദ്ദേഹത്തിൻ്റെ കാല് നഷ്ടപ്പെടുന്നു. സമൂഹത്തിൻ്റെ മുമ്പിൽ അദ്ദേഹം സംസാരിച്ച ഓരോ വാക്കുകളെ കൊണ്ട് സത്യം പറഞ്ഞാൽ ഇന്ന് ഇവിടെയുള്ള വർഗീയവാദികൾക്ക്, അദ്ദേഹം പരിശുദ്ധ ദീനിനെതിരെ വരുന്ന, നമ്മുടെ രാജ്യത്തിനെതിരെ വരുന്ന, സാഹോദര്യങ്ങളെ തകർക്കാൻ വരുന്ന ഏതൊക്കെ തരത്തിലുള്ള വർഗീയവാദികളുണ്ടോ, ഫാസിസ്റ്റ് പാർട്ടികളുണ്ടോ, അവർക്കൊക്കെ ഇദ്ദേഹത്തിൻ്റെ വാക്കും മഹദനി ഉസ്താദ് എന്ന് കേൾക്കുമ്പോൾ ഒരു പേടി സ്വപ്നമായി മാറി. അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ കേസുകളും അദ്ദേഹത്തിൻ്റെ അപകടങ്ങളും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ പ്രശ്നങ്ങളും ഭാര്യയുമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ നിലകൊണ്ടിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ കേസ് നടക്കുമ്പോൾ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു, ശരിയാണ്, കുറ്റാരോപിതനാണ് അദ്ദേഹം. കോടതി ഒരിക്കലും അദ്ദേഹത്തെ കുറിച്ചിട്ട് അദ്ദേഹം തെറ്റുകാരനാണെന്ന് സമൂഹത്തിൻ്റെ മുമ്പിൽ പറഞ്ഞു കൊടുത്തിട്ടില്ല. പക്ഷെ സമൂഹം അദ്ദേഹത്തെ കുറിച്ചിട്ട് അദ്ദേഹം തെറ്റുകാരനാണ്, കുറ്റക്കാരനാണ് എന്ന് ചില വർഗീയവാദികൾ അങ്ങനെ പ്രചരിപ്പിച്ചു. അവർ തീവ്രവാദിയാണെന്ന് സമൂഹത്തിൻ്റെ മുമ്പിൽ പറഞ്ഞു പരത്തി. അദ്ദേഹത്തെ അങ്ങനെ ആക്കപ്പെട്ടു. മനസ്സിലാക്കണം നമ്മൾ. എന്നിട്ട് അദ്ദേഹത്തിന് എന്തെങ്കിലും സംഭവിച്ചോ? ഇല്ല. അദ്ദേഹം സമൂഹത്തിൻ്റെ മുമ്പിൽ ഇന്നും ആർജവത്തോടെ നിലകൊള്ളുകയാണ്. ഇന്നും അദ്ദേഹത്തിൻ്റെ വാക്കുകളും അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളും പരിശുദ്ധ ദീനിനെ സ്നേഹിച്ചും നമ്മുടെ രാജ്യത്തെ സ്നേഹിച്ചും കൊണ്ടായി മാറുകയാണ്. സമൂഹത്തിൽ അദ്ദേഹത്തിൻ്റെ ഫാൻസ് കൂടിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. എത്ര ആളുകളാണ് അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം കേൾക്കാൻ ആഗ്രഹിച്ചത്? എത്ര ആളുകളാണ് കൊതിച്ചു പോയത്? അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്കും അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങൾക്കും കാതോർത്തു കൊണ്ടിരുന്ന നിമിഷങ്ങൾ ഉണ്ടായിരുന്നു നമ്മുടെ കേരളക്കരയിൽ. കേരളത്തിനകത്തും പുറത്തുമായി ഒരുപാട് സ്ഥലങ്ങളിൽ അദ്ദേഹം ദീനി പ്രബോധനം നടത്തിയൊരു പണ്ഡിതനാണ്. മനസ്സിലാക്കണം നമ്മൾ. പക്ഷേ ഇന്ന് അദ്ദേഹത്തിന് ക്ഷീണമാണ്. നമ്മളൊക്കെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മളൊക്കെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അവരുടെ ജീവിതത്തിൽ എന്തുണ്ടെങ്കിലും ഈ പരീക്ഷണം കൊണ്ട് പടച്ചുറമ്പ് അവർക്കത് പുറത്തു കൊടുത്തിട്ടുണ്ടാകും. ക്ഷമയിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊരു അപകടം തന്നു, ഒരു മുള്ള നമ്മുടെ കാലിൽ തറച്ചു. എന്നാലും നമ്മളതിൽ അള്ളാഹുവിൻ്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട് നമ്മൾ അതിനകത്ത് ക്ഷമിച്ചാൽ ആ ക്ഷമിച്ചതിന് വരെ റബ്ബ് സുബ്ഹാനഹു വ തആല പ്രതിഫലം നൽകുന്നുണ്ട്, അല്ലേ? അതാണ് പരിശുദ്ധമായ ദീൻ നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഈ വലിയൊരു പ്രഭാഷകൻ, ഒരു പണ്ഡിതൻ, അദ്ദേഹത്തിൻ്റെ പരീക്ഷണങ്ങളിൽ ക്ഷമിക്കാൻ അദ്ദേഹത്തിന് കഴിയും. അതുകൊണ്ടാണ് അവസാനം അദ്ദേഹത്തെ കോടതി വെറുതെ വിട്ടു എന്നുള്ള ആ ഒരു വാർത്ത നമ്മളൊക്കെ കേട്ടത്. നമ്മളൊക്കെ അങ്ങനെ കേൾക്കാനുള്ള കാരണം അതാണ്. അദ്ദേഹം അതിൽ ക്ഷമിച്ചു, റബ്ബിനോട് അവിടുന്ന് ദുആ ചെയ്തു. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സമൂഹത്തിന് മുമ്പിൽ അദ്ദേഹം കുറ്റാരോപിതനായിരുന്നു, നിങ്ങൾ പറയുന്നത് പോലെ കുറ്റക്കാരനല്ല എന്ന് സമൂഹത്തെ തന്നെ പറയിപ്പിച്ചെടുത്തത്.
അള്ളാഹു താല അവരുടെയൊക്കെ പിറകെ അണിനിരക്കാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് ശമനം അള്ളാഹു കൊടുക്കട്ടെ. അവരൊക്കെ നമ്മുടെ ദീനിന് വേണ്ടി ഒരുപാട് സംസാരിച്ച് ഒരുപാട് പ്രയത്നിച്ച ആളുകളാണ് അല്ലേ? നമ്മുടെ ഈ രാജ്യത്തിൻ്റെ നമ്മുടെ നാടിൻ്റെ ഐക്യത്തിന് വേണ്ടി പ്രയത്നിച്ച ആളുകളാണ്. അദ്ദേഹത്തിൻ്റെ ആ ഒരു ഒറ്റ കാരണം കൊണ്ട്, ദീനെ പ്രചരിപ്പിച്ചതിൻ്റെ കാരണം കൊണ്ട്, നന്മയ്ക്ക് വേണ്ടി സംസാരിച്ചതിൻ്റെ കാരണം കൊണ്ട് അള്ളാഹു അദ്ദേഹത്തിൻ്റെ അസുഖങ്ങളൊക്കെ മാറ്റി കൊടുക്കട്ടെ. ആഫിയത്തുള്ള ദീർഘായുസ് അള്ളാഹു കൊടുക്കട്ടെ. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് അള്ളാഹു സമാധാനം കൊടുക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.